ഹായ്, എസ് പി ഉള്ളല്ലോ. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാങ്ങപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അത് ഇൻറ്റിഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്ററാണ് ഇത് ആ ദൃശ്യത്തിൽ കാണുന്നത്. നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആയി വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് അറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലുണ്ടായ പലതരം മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ റെഫറൽ OP ആക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലാണ് കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഇടങ്ങളായിട്ടുള്ളത്. ആ ഇടങ്ങൾ വൈകുന്നേരം 6 മണി വരെ 7 മണി വരെയൊക്കെ OP പ്രവർത്തിക്കുന്ന രീതിയിലും ഒപ്പം തന്നെ കിടത്തി ചികിത്സയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള രീതികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പാങ്ങപ്പാറ ഈ ഹെൽത്ത് സെൻ്ററിനെ സംബന്ധിക്കുന്നിടത്തോളം സിസ്റ്റം ഫെയിലിയർ ആകുന്നു. ആരോഗ്യ മേഖലയിൽ വലിയ ഗുരുതരമായിട്ടുള്ള സിസ്റ്റം ഫെയിലിയർ സംഭവിക്കുന്നു എന്ന് പറയാൻ കാരണം 6 മണി വരെ OP ഉണ്ടായിരുന്നതും കിടത്തി ചികിത്സയും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 70ാമത്തെ ദിവസമാണ്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ 20 വാർഡുകൾ ഉള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹെൽത്ത് സെൻ്ററിൽ 6 മണിക്ക് ശേഷമുള്ള ചികിത്സ നിലയ്ക്ക് അല്ലെങ്കിൽ കിടത്തി ചികിത്സ നിന്നു പോകാനുള്ളൊരു സാഹചര്യം തിരുവനന്തപുരം നഗരസഭയുടെ ഗുരുതരമായ അനാസ്ഥയാണ്. മേയർ അമേരിക്കൻ ടൂറിലൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ 5 മാസമായിട്ട്, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് IP ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുമാരെയും മറ്റ് ജീവനക്കാരെയൊക്കെ നിയമിച്ചിരുന്നു. അതിൽ 14 പേർക്ക് കഴിഞ്ഞ 5 മാസമായി ശമ്പളം കൊടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സാധനത്തിൻ്റെ പ്രവർത്തനം 6 മണി വരെ ഒന്നുള്ളത് നിലച്ചൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒരു ഡോക്ടർ രാജിവെച്ചു, ഫാർമസിസ്റ്റ് രാജിവെച്ചു, പലരും ലീവ് എടുത്ത് വരാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. എങ്ങനെയാണ് ശമ്പളം കിട്ടാതെ ആർക്കും ജോലി ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഒരു ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്, നാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആകുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ അറിയണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകരുന്ന കാഴ്ച കഴക്കൂട്ടം മണ്ഡലത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കണ്ടോളൂ. ഇന്നിപ്പോ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലെ പാങ്ങപ്പാറ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് വൈകുന്നേരങ്ങളിലെ കിടത്തി ചികിത്സ അവസാനിപ്പിച്ചു അഥവാ നിലച്ചു. എന്തുകൊണ്ടെന്നല്ലേ? 5 മാസമായി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ല. ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കിക്കൊണ്ട് ഇവിടെ താൽക്കാലിക ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുകളെയും മറ്റ് ജീവനക്കാരെയും നിയമിച്ചുകൊണ്ട് 7 മണി വരെ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടാക്കി. അതാണിപ്പോൾ തകർന്ന് നാമാവിശേഷമായത്. 14 പേർക്ക് 5 മാസത്തെ ശമ്പള കുടിശ്ശിക വന്നതോടുകൂടി താൽക്കാലികമായി നിയമിച്ച 3 ഡോക്ടർമാരിൽ ഒരാൾ ലീവിൽ പോയി, മറ്റൊരാൾ രാജിവെച്ചു. ആകെ അവശേഷിക്കുന്നത് ഒരേ ഒരു ഡോക്ടർ IP വിഭാഗത്തിൽ. സ്വാഭാവികമായിട്ടും ആ ഡോക്ടറെ സംബന്ധിക്കുന്നിടത്തോളം രാവിലെ മുതൽ 7 മണി വരെ ജോലി ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ശമ്പളമില്ല, അടിമപ്പണിയല്ലല്ലോ. തിരുവനന്തപുരം നഗരസഭ അധികാരത്തിലേറിയതിനു ശേഷം താൽക്കാലികമായി ആശുപത്രിയിൽ നിയമിച്ചവർക്കുള്ള ശമ്പളം കൊടുക്കേണ്ടത് നഗരസഭയാണ്. പക്ഷെ ഇതുവരെ കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും ആരോഗ്യ മേഖലയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യൂ. 200 കോടിയൊക്കെ മുടക്കി വലിയ ബഹുനില മന്ദിരങ്ങളൊക്കെ കെട്ടാൻ പോവുകയാണ്. കാര്യം എന്താണ്? കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നാലേ കമ്മീഷനൊക്കെ കാര്യമായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം വഴി കിടക്കട്ടെ എന്ന അർത്ഥത്തിലാണ് പാങ്ങപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനോട് ഈ അവഗണന കാട്ടുന്നത്. തലസ്ഥാന നഗരം അതിതീവ്രമായിട്ടുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. പണ്ടത്തെ പോലെ ഉച്ചവരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ച് പൂട്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ദൈനംദിനം 600 മുതൽ 800 രോഗികൾ വരുന്ന ഈ ആശുപത്രിയിലെ അവസ്ഥ എന്താണെന്ന്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റങ്ങൾ തകരുന്നത്, ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന സർക്കാർ ആശുപത്രികളെ പതിയെ തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് വീണ്ടും പഴയതുപോലെ തഴച്ചു വളരാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം.